Goodwin Pipe Doha Qatar presents Focus. Powered by Grand Hyper Kuwait. Aris Group Focus. This program is brought to you by High Tea, co-powered by Aris Group. In association with Pace Group, SBA Holidays, Kingdom of Bahrain, Core General Training LLC, Ajman, Safecare Technology, Periyar Rice, Sharavana Instant Cook, quality without compromise. Al-Fajr, refreshing life. നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടുക, ഓടാൻ കഴിയില്ലെങ്കിൽ നടക്കുക, നടക്കാനും കഴിയുന്നില്ലെങ്കിൽ ഇഴയുക, എന്തുതന്നെ ആയാലും മുൻപോട്ട് തന്നെ നീങ്ങുക. ഫോക്കസിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രവാസിയുടെ സെഗ്മെൻറ്റിൽ നമ്മോടൊപ്പമുള്ളത് എക്സ്പേർട്ട് യുണൈറ്റഡ് മറൈൻ സർവീസസ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ എൻ പണിക്കരാണ്. അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. UAE-യിലേക്കുള്ള വരവ് ചെറുപ്പകാലത്തിൽ 78-ലാണ് ഞാൻ ഇവിടെ വന്നത്. 1978 ജോലി തേടിയുള്ള വരവ് തന്നെയായിരുന്നു അത്. 1978 തൊട്ട് 2000 ആണ്ട് വരെ പല തുറകളിലും ഇതേ ഫീൽഡിൽ തന്നെ പല പല പൊസിഷനിലും ആയിരുന്നു നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ ദിവസവും കഴിയും തോറും നമുക്ക് കൂടുതൽ അറിവും കൂടുതലായിട്ടുള്ള വ്യക്തിബന്ധങ്ങളും ബിസിനസ് ബന്ധങ്ങളും നമ്മൾ അതിനെല്ലാം കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു. അങ്ങനെയാണ് 2000-ൽ ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ ഒന്നുകിൽ വേറെ വീണ്ടും നമ്മൾ സർവീസ് രംഗത്തേക്ക് പോവുക, അല്ലെങ്കിൽ നമ്മൾ എൻ്റർപ്രനറാവാൻ നോക്കുക. ഈ ഒരു ക്രോസ് റോഡായിരുന്നു അന്ന്. ആ ഒരു വഴിമാറ്റത്തിൽ അത് ഒരു വലിയ ചലഞ്ചാണ് നമ്മൾ ആ സമയങ്ങളിൽ ഉണ്ടാകുന്നത്. എല്ലാം നമ്മൾ നോക്കണം. നോക്കിയപ്പോൾ കുറച്ചുകൂടെ ഇത്രയും കാലം സർവീസിലും ആയിരുന്നു നമ്മൾ ഇരുന്നത്. ഇനി നമ്മൾ മറ്റുള്ളവരെ കൂടെ കൂട്ടി നമുക്ക് സ്വന്തമായിട്ട് ഈ ഫീൽഡിൽ നിലയുറപ്പിക്കാം എന്നൊരു ചിന്താഗതിയിലാണ് 2000-ൽ ഈ കമ്പനി തുടങ്ങിയത്. തുടങ്ങിയതിന് ശേഷം അന്ന് വളരെ പരിമിതമായ രീതിയിൽ തുടങ്ങിയെങ്കിലും പിന്നീട് വളർച്ചകൾ ഓരോ പടികളായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ എല്ലാവരും എല്ലാ കമ്പനിയിൽ തുടങ്ങി 1 തുടങ്ങി 2 തുടങ്ങി അങ്ങനെ പല കമ്പനികളായി എല്ലാത്തിനെയും അതിനെല്ലാം ഒരു ക്രോഡീകരിച്ചാണ് ഞാനിതിനെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ കോവിഡിൻ്റെ സമയത്ത് പോലും ആത്മാർത്ഥമായിട്ടുള്ള ജോലിക്കാരും നമ്മൾ ചെയ്യുന്ന കർമ്മത്തോടുള്ള ആത്മാർത്ഥതയും കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ഈ വളരെ സങ്കീർണമായ സാഹചര്യത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ആദ്യം എക്സ്പെർട്ട് ഉണ്ടായി. എക്സ്പെർട്ടിൽ നിന്ന് മറ്റ് സാഹചര്യങ്ങൾ കൊണ്ട് നമ്പർ ഓഫ് എംപ്ലോയീസ് കൂടിയപ്പോൾ ബ്രാഞ്ച് ആവണമെന്ന് വന്നു. അപ്പോൾ അതിൻ്റെ ബ്രാഞ്ചും കഴിയുമ്പോൾ ഇതിലേക്ക് കൂടുതലായിട്ട് സപ്പോർട്ട് വേണ്ട മറ്റ് മേഖലകളുണ്ട്. അങ്ങനെ ഡീലർഷിപ്പ് എടുത്തു. എൻജിൻ, ജനറേറ്റേഴ്സ്, ഇതൊക്കെ നമുക്ക് ധാരാളം ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ നമ്മൾക്ക് വേണം ഒപ്പം നല്ലത് സമൂഹത്തിനും അല്ലെങ്കിൽ ഈ സൊസൈറ്റിയിലേക്കും അതിൻ്റെ സർവീസ് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നൊരു കമ്പനി തുടങ്ങുന്നത്. അതിൻ്റെ മേഖലയെന്ന് പറയുന്നത് സ്പെഷ്യലി ട്രേഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഈ സ്ഥാപനത്തിലേക്ക് തന്നെ അതിൻ്റെ ധാരാളം ആവശ്യകത ഉണ്ടായതുകൊണ്ട് ഇതേപോലുള്ള സ്ഥാപനങ്ങൾക്ക് ഈ ആവശ്യകത ഉള്ള ഒരു മേഖലയിലാണ് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ആ കമ്പനികളൊക്കെ തുടങ്ങുന്നത്. ഇതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്തെന്ന് പറഞ്ഞാൽ, സാധാരണ മറൈൻ ഫീൽഡെന്ന് ഞങ്ങളെല്ലാം മറൈൻ ഫീൽഡിലാണ്. മറൈൻ ഇല്ലാതെ മറൈനിലെ വെസൽ മൂവ്മെൻറ്റിലൂടെ മാത്രമേ ബൾക്കായിട്ട് ഈ രാജ്യത്തേക്കുള്ള സാധനങ്ങൾ എത്തിക്കാനും ഇവിടുന്നുള്ളത് മറ്റു അയക്കാനും പറ്റുള്ളൂ. ഞങ്ങൾ നിൽക്കുന്ന ഈ മേഖലയെന്ന് പറയുന്ന ഒരു എസൻഷ്യൽ മേഖലയാണ്. ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എസൻഷ്യൽ മേഖലയിലെ കാര്യമായിട്ട് ഇത് എക്കണോമിയിൽ വളരെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ മുൻകാലങ്ങളിലുള്ള അനുഭവപരിചയത്തും ബിസിനസ്സിൻ്റെ നാളെ എങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ദീർഘവീക്ഷണം ഉള്ള ബിസിനസ്സുകാർ അതിനെപ്പോഴും ഒരു മുൻകരുതൽ എടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു മുൻകരുതൽ എടുത്തിട്ടുള്ള ബിസിനസ്സുകാരൊക്കെ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഇവിടുത്തെ സാഹചര്യത്തിൽ ഈ കമ്പനി തുടങ്ങുമ്പോൾ ഷിപ്പ് റിപ്പയറിൽ തുടങ്ങി. റിപ്പയറിനോട് അനുബന്ധിച്ച് അത് കഴിഞ്ഞപ്പോൾ ഷിപ്പ് കൺവേർഷനിൽ നമ്മൾ എടുത്തു തുടങ്ങി. കൺവേർഷനും എടുത്തിട്ട് അതിലും സക്സസ്സായി മുന്നോട്ട് വരുമ്പോഴാണ് ഇവിടെ ധാരാളം സാഹചര്യങ്ങൾ
കാരണം ലോകത്തിൻ്റെ രീതികളും ബിസിനസ് തന്ത്രങ്ങളും മാറി മാറി വരുന്ന കൂട്ടത്തിൽ എല്ലാം ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് ഒരു രാജ്യത്തിനെ ഞാൻ എടുത്ത് പറയുന്നില്ല, ഈ സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ചും ദുബായിൽ വേറെ ഒരു നേട്ടം കൂടി ഇവിടെ ഉണ്ട്. ഈ ബിസിനസ്സിൻ്റെ തലങ്ങൾ മാറി മാറി വരുമ്പോൾ അത് തികച്ചും ഫേവറബിളായിട്ടാണ് ഈ ദുബായിലേക്ക് വരുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്, അതൊന്നും ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല. ആ ഒരു നേട്ടത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് ഇപ്പം ഞങ്ങൾ കപ്പൽ ഉണ്ടാക്കുന്നതിലേക്ക് തിരിഞ്ഞത്. ഞങ്ങൾ 2 ആഴ്ചയ്ക്ക് മുന്നേ ഒരു കപ്പൽ ഉണ്ടാക്കാനുള്ള കോൺട്രാക്റ്റ് കഴിഞ്ഞിട്ട് ഇനി അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഇനി അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റിലേക്കാണ് പറഞ്ഞു വരുന്നത്. ഈ ഓരോരോ ഘട്ടത്തിലും ഇത് വളരാനുള്ള ഇപ്പോഴത്തെ ഈ കമ്പനിയുടെ നിലവാരം എന്ന് പറയുന്നത് ഷിപ്പ് ബിൽഡിങ്ങിലാണ്. നമ്മൾ ഷിപ്പ് റിപ്പയറിൽ തുടങ്ങി, പിന്നീട് അത് കൺവേർഷനായി, ഇപ്പം നൗ വി ആർ ഗോയിങ് ടു ദ ഷിപ്പ് ബിൽഡിങ്. ഇതെല്ലാം സാധ്യമാകുന്നത് തന്നെ ഓരോരോ സമയങ്ങളിൽ ലോകത്ത് ഓരോരോ രീതിയിലുള്ള ചേരിതിരിവുകളുണ്ടാവും, മറ്റ് കാലാവസ്ഥ അനുകൂലവും പ്രതികൂലവും ഉണ്ടാവും. പക്ഷേ ഇന്നത്തെ വേൾഡ് ബിസിനസ് എൻവയോൺമെൻറ്റിൽ കുറേ നേട്ടം UAEക്കുണ്ട്. ആ നേട്ടങ്ങളിലൂടെയാണ് ഇപ്പം നേട്ടങ്ങളിലൂടെ പങ്കുചേരാനാണ് നമ്മൾ ബിൽഡിങ്ങിലേക്ക് ഇറങ്ങുന്നത്. കാരണം ഷിപ്പ് ബിൽഡിങ് പണ്ട് യൂറോപ്പിൻ്റെ മാത്രം ഒരു യൂറോപ്പ്, സിംഗപ്പൂർ, യൂറോപ്പ് ആൻഡ് ഫാർ ഈസ്റ്റിലായിരുന്നു. ഇപ്പോഴത് മിഡിൽ ഈസ്റ്റിലേക്ക് തിരിഞ്ഞു വരുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് നമ്മൾ അതിലേക്ക് ഇറങ്ങുന്നത്. അതാണ് ഇപ്പോഴത്തുള്ള ഈ കോവിഡ് ആണെങ്കിലും it's going better. Aris Group UAE. Aris Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aris Group. Call 9714244457. അറേബ്യൻ നാടുകൾക്ക് നവോന്മേഷം പകരുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ചായ ഹൈ ടീ ഫൈൻ ക്വാളിറ്റി. Grand Hyper, Kuwait. Wide variety of delicious dishes instantly. Sharavana Instant Cook. Quality without compromise. Purified, filtered and bottled. High quality drinking water in the UAE. Be smart in the office and at home. Bottled drinking water. Al Fajr. Refreshing life. Hello everybody and welcome to yet another exciting episode of Sarvana Special. Today we will get introduced to the General Manager of Sarvana Special, Mr. Zulfikar Ali. Saravana Foodstuff Factory established ആയത് 2005 ഇപ്പോൾ ഓൾമോസ്റ്റ് 15 years കംപ്ലീറ്റഡ് ആയി. VS തമ്പി എന്ന് പറയുന്ന ഒരു ആലപ്പുഴ ബേസ്ഡ് ബിസിനസ്മാൻ മാനേജ് ചെയ്യുന്നതാണ്. അതിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് VS തമ്പി എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ എല്ലാ സ്റ്റാഫും ഈ 300+ സ്റ്റാഫ്സിന് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എല്ലാ സപ്പോർട്ടും കൊടുത്ത് അവർക്ക് വേണ്ട സമയത്ത് അവർക്കുള്ള ഡയറക്ഷൻ, ഇതിനുള്ള വർക്ക് ചെയ്യാനുള്ള ഡയറക്ഷനും, ഇവൻ അവർക്ക് എന്തെങ്കിലും വേറെ സപ്പോർട്ട് വേണമെങ്കിൽ എല്ലാ സപ്പോർട്ടും കൊടുത്ത് അവർക്ക് മാക്സിമം അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ മാനേജിങ് ഡയറക്ടർ VS തമ്പി എന്ന് പറയുന്ന ആളാണ്.
പിന്നെ നമ്മുടെ സിസ്റ്റർ കൺസേൺ ആയിട്ട് വരുന്നത് അൽഫജ ഡ്രിങ്കിങ് വാട്ടർ LLC, പിന്നെ സൺലൈറ്റ് ഇലക്ട്രോ മെക്കാനിക്കൽ ആൻഡ് ഇൻസ്റ്റലേഷൻ കമ്പനി. അൽഫജ ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്ന കമ്പനി 1993 എസ്റ്റാബ്ലിഷായി. അന്ന് തൊട്ടേ നമ്മൾ ഫുള്ളി ഓട്ടോമാറ്റിക്, കംപ്ലീറ്റ് മാനുവലായിട്ടൊന്നും ചെയ്യാതെ കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് മെഷീൻ വെച്ചിട്ടാണ് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവനിപ്പോൾ നമ്മൾ റീസെൻ്റായി സ്റ്റാർട്ട് ചെയ്ത പെറ്റ് ബോട്ടിൽസ് ആണെങ്കിലും കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് മെഷീനാണ്. അപ്പോൾ അതിൽ എല്ലാം നമ്മുടെ ബ്ലോവിങ് അടക്കം, ബ്ലോവിങ് ഫുള്ളി സ്ട്രിങ് റാപ്പ് ചെയ്ത് കംപ്ലീറ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് കിട്ടുന്നൊരു മെഷീനാണത്. അത് പെർ അവർ 24,000 ബോട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള മെഷീൻസാണ്. കൂടാതെ നമ്മൾ കപ്പ് ബോട്ടിൽസും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കപ്പും നമുക്ക് 12,000 കപ്സ് പെർ അവർ കപ്പാസിറ്റിയുള്ള ഒരു മെഷീനാണുള്ളത്. ഇത് ISO ആൻഡ് ഹസാബ് സർട്ടിഫൈഡ് കമ്പനിയാണ്. നമ്മൾ എല്ലാം ഹൈജീനായി പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ മാക്സിമം ഹൈജീൻ നോക്കിയിട്ട് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിൽ നമ്മളിതിനെ ഒരു കൂടുതൽ ഹൈജീനിക് ഇത് ഫീൽ ചെയ്യാനുള്ള, കസ്റ്റമറിന് ഹൈജീനായിട്ടുള്ള പ്രൊഡക്റ്റ് കൊടുക്കണമെന്നുള്ളതിൽ ഫ്യൂച്ചറിൽ നമ്മൾ ഒരു കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ, പ്ലാസ്റ്റിക് റാപ്പ് ചെയ്തിട്ട് 5 gallon ബോട്ടിൽസ് മാർക്കറ്റിൽ എത്തിക്കാനുള്ള ഒരു പ്ലാനും കൂടി ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വർക്ക് ഇപ്പോൾ അണ്ടർ പ്രോഗ്രസ് ആണ്. സൺലൈറ്റ് ഇലക്ട്രോ മെക്കാനിക്കൽ ഇൻസ്റ്റലേഷൻ കമ്പനി LLC എന്ന് പറയുന്നത് നമ്മൾ 2006 എസ്റ്റാബ്ലിഷ് ചെയ്തൊരു കമ്പനിയാണ്. അതിൽ മെയിനായിട്ട് ഓൾമോസ്റ്റ് 90% നമ്മൾ എഡ്നോക്ക് പെട്രോൾ സ്റ്റേഷൻ്റെ മെയിൻ്റനൻസ് വർക്കാണ് ചെയ്യുന്നത്. സിവിൽ വർക്ക്സ് ആണ് മെയിൻലി ചെയ്യുന്നത്. 2006 മുതൽ സ്റ്റിൽ നമ്മൾ എഡ്നോക്കിൻ്റെ മെയിൻ്റനൻസ് വർക്ക് അവരുടെ കോൺട്രാക്ടറായിട്ട് നമുക്ക് കോൺട്രാക്റ്റ് കിട്ടുന്നുണ്ട്. നമ്മളതിപ്പോഴും ചെയ്തു പോകുന്നുണ്ട്. നോർത്തേൺ എമിറേറ്റ്സിൽ എല്ലാ പെട്രോൾ സ്റ്റേഷൻ്റെ മെയിൻ്റനൻസും നമ്മൾ ചെയ്യുന്നു. കൂടാതെ ഇപ്പോൾ ദുബായിൽ എഡ്നോക്കിൻ്റെ പുതിയ ഒരുപാട് സ്റ്റേഷൻസ്, അതിൻ്റെയും മെയിൻ്റനൻസും അതിൻ്റെ ഒരു മോഡിഫിക്കേഷൻ വർക്ക്സും, സീ സ്റ്റോറിൻ്റെ കുറേ മോഡിഫിക്കേഷൻ വർക്ക്സും ഇൻറ്റീരിയർ വർക്ക്സൊക്കെ നമ്മളാണിപ്പോൾ ചെയ്തിട്ടുള്ളത്. പിന്നെ കൂടാതെ നമ്മൾ ഇമാറാത്ത് പെട്രോൾ സ്റ്റേഷൻ്റെയും കൂടി കോൺട്രാക്ടറാണ്. നമ്മുടെ ഈ ദോസ മിക്സ് ഇങ്ങനെയുള്ള ഇൻസ്റ്റൻറ്റ് കുക്ക് പ്രോഡക്ട്സിന് നല്ല ടൈറ്റ് കോമ്പറ്റീഷനാണ്. ആക്ച്വലി അറൗണ്ട് 2011-12 ഓൺലി 5 or 6 ബ്രാൻഡ്സ് ഉണ്ട്. ഇപ്പോൾ മോർ ദൻ 20-25 ബ്രാൻഡ്സ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ബട്ട് സ്റ്റിൽ നമ്മുടെ ശരവണ ഫുഡ് സ്റ്റഫ് എന്നുള്ളത് കസ്റ്റമേഴ്സിൻ്റെ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ ക്വാളിറ്റിയിലൊരു കോംപ്രമൈസും ചെയ്യാതെ നല്ല ഹൈ ക്വാളിറ്റി റോ മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്തിട്ട് ഫൈനസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ പ്രൊഡക്റ്റ് എപ്പോഴും വിതൗട്ട് കോംപ്രമൈസിങ് ക്വാളിറ്റി നമ്മളിന്നും മാർക്കറ്റിൽ പ്രൊഡക്റ്റ് എത്തിക്കാറുണ്ട്. That brings us to the end of this episode of Sarvana Special. Until we meet next time, this is your host Ansi Herschel signing off. Bye-bye. പ്രവാസി വിശേഷത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുവൈറ്റിലെ സഫ റെസ്റ്റോറൻറ്റിലെ മിസ്റ്റർ അമീർ സഫയാണ്. അദ്ദേഹം ഇവിടുത്തെ MD ആണ്. എത്ര വർഷമായി കുവൈറ്റിൽ, എപ്പോഴാണ് വന്നത്? ഞാൻ 20 വർഷമായി. നമ്മളെ ഹോട്ടലെന്ന് വെച്ചാൽ ഇത് ഇവിടെ മാബുല്ലിലാണ് വലിയ ഷോപ്പ്. അത് കഴിഞ്ഞാൽ പിന്നെ മങ്കഫാണ്.
പിന്നെ നമ്മളെ ഈ ഹോട്ടലിൽ എല്ലാ വെറൈറ്റിയും ഉണ്ട്. എന്ന് വെച്ചാൽ കുവൈത്തിൽ കിട്ടാത്ത കുറേ വെറൈറ്റികൾ ഐറ്റംസ് ഉണ്ട്. എന്ന് വെച്ചാൽ കാന്താരി അൽഫാം, പെപ്പർ അൽഫാം, അതേമാതിരി മന്തി, മജ്ബൂസ്, പിന്നെ ഫ്രഷ് പോത്ത് വരട്ടിയത്, ഫ്രഷ് മീൻ പൊള്ളിച്ചത്, ഇങ്ങനെ വെറൈറ്റി ഐറ്റംസാണ്. പിന്നെ നമ്മളെ ഹോട്ടലിൽ ഒരു ഐറ്റംസ് എല്ലാം എല്ലാവരും ഐറ്റംസും ഉണ്ട്. മലയാളികളുണ്ട്, ഹിന്ദി ഐറ്റംസ്, നോർത്ത് സൗത്ത് ഇന്ത്യൻ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ നമ്മളെ മെയിൻ പ്രോഡക്റ്റ് പറഞ്ഞാൽ നമ്മളെ സഫനോട് അനുബന്ധമായിട്ടുള്ള പ്രോഡക്റ്റാണ് സഫ ചപ്പാത്തി. സഫ ചപ്പാത്തി, ഓക്കെ ഓക്കെ. സഫ ദോശമാവ്, പിന്നെ അതേമാതിരി പ്ലം കേക്ക്, ഈ ഐറ്റംസ് എല്ലാം നമ്മളത് നല്ല റണ്ണിങ് ആണ് മാർക്കറ്റിൽ. അപ്പോൾ ഇത് ബേക്കറിയിലാണ് കേക്ക് ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ബേക്കറിയിൽ, റെസ്റ്റോറൻറ്റ് ഡിഫറെൻറ്റ് ഐറ്റംസ് അങ്ങനെ ബൈഫഗ്രേറ്റ് ചെയ്തിട്ടുണ്ടോ അതോ എല്ലായിടത്തും എല്ലാ ഐറ്റംസും അവൈലബിൾ ആണോ? അതെ, നമ്മളെല്ലാ ഷോപ്പിലും നമ്മളെല്ലാ പ്രൊഡക്റ്റും ഉണ്ട്. പിന്നെ അതേമാതിരി പുറത്തെല്ലാ ഗ്രാൻഡ് ഹൈപ്പർ അങ്ങനെ വലിയ വലിയ സൂപ്പർ മാർക്കറ്റിലെ വക്കലകളിലൊക്കെ നമ്മൾ ഐറ്റംസ് എല്ലാം ഓൾറെഡി ഓടുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞല്ലോ ദോശമാവും ചപ്പാത്തിയുമാണ് ഏറ്റവും ഹൈ പോയിന്റിൽ നിൽക്കുന്നത്. അപ്പോൾ അത് ദോശമാവും ചപ്പാത്തിയും ഇവിടെ ഉണ്ടാക്കുന്നതാണോ നിങ്ങൾ? നമ്മളെ കിച്ചണിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അത്യാവശ്യം നല്ല മാഷാള്ള നല്ല മാർക്കറ്റുണ്ട്. മാർക്കറ്റിംഗ് ഇന്ന് ഇപ്പോൾ സഫ തന്നെയാണ് മാർക്കറ്റിൽ മാക്സിമം. പിന്നെ ദോശമാവും അത്യാവശ്യം നല്ല മാർക്കറ്റ് തന്നെയാണ്. അതെല്ലാം നമ്മൾ തന്നെയാണ്, അതിൻ്റെ കൂട്ടുകാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ്. ഷോപ്പിൻ്റെ മൊത്തം ഷോപ്പിൻ്റെ കാര്യങ്ങളെല്ലാം കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ്. എന്താണ് പേരെന്താണ്? ശംസുദ്ദീൻ. 4 വർഷമായി. സഫയുടെ കൂടെ തന്നെ 4 വർഷമായി. ഓക്കെ. പിന്നെ എങ്ങനെയാണ് സാറിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ സാർ ഒറ്റയ്ക്കാണോ അതോ റിലേറ്റീവ്സ് ഫാമിലി അങ്ങനെ ആരെങ്കിലും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടോ? സാറിനെ ഹെൽപ്പ് ചെയ്യാൻ ആരൊക്കെ ഉണ്ട് സാറിൻ്റെ ഫാമിലിയിൽ ഇവിടെ? ഹെൽപ്പ് ചെയ്യാൻ ആളുകളൊക്കെ ഉണ്ട്, നമ്മളെ കൂട്ടുകാരന്മാരുണ്ട്. പിന്നെ അതേപോലെ വൈഫിൻ്റെ ആങ്ങളാരുണ്ട്. പിന്നെ നമ്മളെ പണിക്കാരൻ നമ്മളായിട്ട് നല്ല ടൈപ്പായിട്ട് പോകുന്നുണ്ട്. आप यहाँ पे कितने साल से काम कर रहे हैं सफ़ा में? अभी 4 ईयर हो गया। 4 साल से काम कर रहे हैं। आपका नाम क्या है? मेरा नाम गोविंद गेवाली। कैसा है यहाँ का, मतलब आपको मैनेजमेंट सारी चीज़ें? बहुत अच्छा है यहाँ का। 4 साल से जब मैं कंटिन्यू कर रहा हूँ, छुट्टी में घर जाके भी आया तो अब तक बहुत बेस्ट लगा यहाँ पे। जो मैनेजमेंट सैलरी का हो गया, सिस्टम है बहुत अच्छा है कुवैत के स्टाफ से। आप शेफ़ हो, मतलब आप कुछ बनाते हो? क्या क्या स्पेशल बनाते हो आप? मैं चाइनीज़ शेफ हूँ, चाइनीज़ इंडियन एंड केरला फूड का। मैं अभी कंधारी फार्म, पेपर फार्म यहाँ का स्पेशल सारे स्पेशल जो है आप बनाते हो आप उसमें. എന്താണ് പേര്? തബ്രീജ്. എത്ര വർഷമായി ഇവിടെ സഫയിൽ? ഒരു 6 കൊല്ലമായി. ഞാൻ ഇവിടെ അറബി ആയിട്ട് എടുക്കണേ. ഈ മന്തി, മജ്ബൂസ്, കബ്സ, ബുഖാരി, മദ്ബി എല്ലാം അറബി ഫുഡായിട്ട് അടിക്കണേ. പിന്നെ ചൈനീസ്, തന്തൂരി ഓൾറൗണ്ടറായിട്ട് എല്ലാം അടിക്കുക. ഇവിടെ തന്നെ ഷെഫാണ് പറഞ്ഞത്. ലാസ്റ്റ് 7-8 മന്ത്സ് എങ്ങനെ ഉണ്ടായിരുന്നു സാറിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ? ബിക്കോസ് ഹോട്ടൽ ലൈൻ ഈ ബിസിനസ്സൊക്കെ കുറച്ച് ഇഫക്റ്റ് ആയത് ഈ ഒരു പാൻഡമിക്കിൽ. എല്ലാ സ്ഥാപനങ്ങളും ഇഫക്റ്റ് ആയിട്ടുണ്ട്, പക്ഷേ ഭക്ഷണ കാര്യങ്ങളും ഇതുമൊക്കെ ഇഫക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്തു? കൊറോണ സമയത്ത് കുറച്ച് മോശമായിരുന്നു, കുഴപ്പമില്ല എങ്കിലും പിടിച്ചു നിന്ന് പോയി. കാരണം നമുക്ക് ഇത്ര അനുകൂലിച്ചത് ഇവരൊക്കെ നമ്മളെ കൂടെ നിന്ന് നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വലിയ ബുദ്ധിമുട്ട്. നല്ലൊരു സ്ട്രെങ്ത് ആയിരുന്നു. പിന്നെ സാലറിയും കാര്യങ്ങളൊക്കെ മാക്സിമം കൊടുക്കാൻ പറ്റുന്നിടത്തോളം കൊടുത്തു. പക്ഷേ ഇപ്പം എല്ലാവർക്കും ഫുൾ സാലറി കൊടുക്കുന്നുണ്ട്. സാറിൻ്റെ വക ഫുൾ സപ്പോർട്ടായിരുന്നു, അപ്പോൾ അവരുടെ വകയും ഫുൾ സപ്പോർട്ട് എങ്ങോട്ടും ഉണ്ടായിരുന്നല്ലേ? 2 ഭാഗത്തുനിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. പക്ഷേ കുറേ ജോലിക്കാർ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട്. അപ്പം അതിനെല്ലാം കുഴപ്പമില്ല, നമ്മളെ ബിസിനസ് നമുക്ക് തന്നെ കറക്റ്റ് പിടിച്ച് എടുക്കാൻ കഴിഞ്ഞു. എങ്കിലും ഇപ്പം കറക്റ്റായിട്ട് പോകുന്നുണ്ട്. പിന്നെ പണിക്കാരൊക്കെ നമ്മളുമായിട്ട് നല്ലൊരു റാപ്പോയില്ല എല്ലാവരും പോകുന്നുണ്ട്. വളരെ കറക്റ്റാണ് എല്ലാ പണിക്കാരും. ടോട്ടലി നമുക്കൊരു 140 പണിക്കാരുണ്ട്, 140 ജോലിക്കാരുണ്ട് എല്ലാ ഷോപ്പിലൂടെയും കൂടിയിട്ട്. സൂപ്പർ മാർക്കറ്റ് ആയാലും ബേക്കറി ആയാലും അതേമാതിരി നമ്മളെ കാറ്ററിംഗ് ആയാലും. എങ്ങനെയാണ് ടോട്ടൽ ഫീഡ്ബാക്ക് ഈ സഫയുടെയും ഓൾ ബ്രാഞ്ചസ് എല്ലാ ഔട്ട്ലെറ്റ്സിൻ്റെയും ഒക്കെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണല്ലോ? ഞാൻ ടോട്ടലി 10 ഇയറായി ഹോട്ടൽ ഫീൽഡ് സ്റ്റാർട്ട് ആയിട്ട്. പക്ഷേ ഇതുപോലെ ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ എനിക്ക് ഇങ്ങനെ ഒരു ബോസിൻ്റെ ഭാഗത്തുനിന്നായാലും മാനേജ്മെൻ്റ് ആയാലും വളരെ സപ്പോർട്ടാണ്. ഈ കൊറോണ സമയത്തൊക്കെ വളരെ സപ്പോർട്ട് ചെയ്തതാണ്. എത്ര നാളായി കുവൈറ്റിൽ? 2 വർഷമായി. അപ്പം സാധാരണ റെഗുലർലി ഇവിടുന്ന് സഫ റെസ്റ്റോറൻ്റ് ആണോ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാറുള്ളത്? ഓക്കെ, സാധാരണ സഫയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യല്. നാട്ടിലത്തെ ദിവസം മന്തിയാണ് സ്പെഷ്യലായിട്ട്. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങളുടെ സ്പെഷ്യൽ ഡിഷ് നിങ്ങൾ ഇന്ന് ഓർഡർ ചെയ്ത്, അപ്പം ഇതിൻ്റെ എന്താണ് സ്പെഷ്യാലിറ്റി? എങ്ങനെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? നാട്ടിലത്തെ സെയിം ടേസ്റ്റ് സെയിം. ഇതിന് ചിക്കനാണ് സ്പെഷ്യൽ. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഡീലിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? സ്റ്റാഫൊക്കെ അടിപൊളിയാണ്, നല്ല സപ്പോർട്ടാണ്, നല്ല അടിപൊളി ഫുഡുമാണ്. ഹായ്, എന്താണ് ഇവിടെ ട്രോഫി ഒക്കെ ആയിട്ട് ഹോട്ടൽ സെലിബ്രേഷൻ മോഡാണോ? അതെ, സെലിബ്രേഷൻ മൂഡാണ്. ഞങ്ങൾ കുവൈറ്റ് കേരള പ്രീമിയർ എന്നുള്ളൊരു വലിയ ടൂർണമെൻറ്റിലെ എ ഡിവിഷനിലെ ഫൈനൽ വിൻ ചെയ്തതാണ് ലാസ്റ്റ് ഫ്രൈഡേ. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പാർട്ടിയാണിത്. ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട്.
ഇത്രയും വലിയൊരു സെലിബ്രേഷൻ ഇവൻ്റായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി സഫ ഹോട്ടൽ എന്താണ് തിരഞ്ഞെടുത്തത്? ഇവിടുത്തെ ഫുഡ് നമ്മൾ കേട്ടായിരുന്നു, ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ വന്നൊരു എക്സ്പീരിയൻസ് വേണമെന്നുള്ളതൊരു ആഗ്രഹമായിരുന്നു. അപ്പം പ്രത്യേകിച്ച് ഈ ഒരു ഒക്കേഷൻ കൂടെ ആയപ്പോഴത്തേക്ക് വിചാരിച്ചു ഫുൾ ടീമായിട്ട് തന്നെ വന്ന് നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. പക്ഷേ അത് അടിപൊളിയായിരുന്നു, വെറൈറ്റി. നമ്മൾ ഇന്നത്തെ ഈവനിങ് സ്പെൻഡ് ചെയ്തത് കുവൈറ്റിലെ സഫ റെസ്റ്റോറൻറ്റിലാണ്. കസ്റ്റമർ ഫീഡ്ബാക്കും നമുക്ക് വളരെ പോസിറ്റീവാണ് കിട്ടിയത്. സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം ഡിഷസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് കാണുമ്പോഴേക്കും ദിസ് ഇസ് സാൻഡ്ര സൈനിങ് ഓഫ്. താങ്ക് യു. SBA Holidays Bahrain. Our activities: Saudi multiple visa, Bahrain investor visa, tours and travels, ticket booking and hotel booking. SBA Holidays വഴി ബുക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേക ആനുകൂല്യം: 1 year Saudi multiple visa, 1 year Bahrain multiple visa. SBA Holidays 3rd floor, K City 301, Gold City Manama, Kingdom of Bahrain. Call 39447289. Aris Group UAE. Aris Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aris Group. Call 971424457. ബ്രേക്ക്ഫാസ്റ്റ് നന്നായാൽ ബ്രേക്ക് ഇല്ലാതെ ഓടാം. റോയൽ മാർക്ക് ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങൾ. Core General Trading LLC Ajman UAE, water pump supplier in Ajman. Core is a global provider of integrated end-to-end supply turnkey engineering solutions and products. Our products: water pumps, industrial pumps, water tanks, HVAC products, calorifiers, water cooling system and solar water heater. Core General Trading LLC, Al Ittihad Street, Ajman Industrial 2, Ajman. Call 067797107. അരസ് ഗ്രൂപ്പ് ഖത്തർ ഫുഡ്സ് ആൻഡ് കേക്ക് സ്പെഷ്യലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇപ്പോൾ ഉള്ളത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്നും ഒരു 7 കിലോമീറ്റർ അകലെ ചെന്നപ്പേട്ട എന്ന സ്ഥലത്ത് ഒരുപാട് അടിപൊളി കേക്ക്സ് കിട്ടുന്ന ഒരു സ്ഥലത്താണ്. അതിൻ്റെ ഓണറുമായിട്ടാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ഓണർ നമ്മുടെ ബിജു ഡാനിയൽ ചേട്ടനെ നമുക്ക് പരിചയപ്പെടാം. ചേട്ടാ, അപ്പോൾ ചേട്ടൻ്റെ ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് ആദ്യം ഖത്തറിലായിരുന്നു അല്ലേ? അതെ, ഞങ്ങൾ ഖത്തറിൽ ജോലി ചെയ്യുമായിരുന്നു. ഓക്കെ. അപ്പം അത് കഴിഞ്ഞ് ഇപ്പം ഇവിടെ ഷോപ്പ് തുടങ്ങിയിട്ട് എത്ര കാലമായി? നമ്മുടെ ഷോപ്പല്ല, വീട്ടിൽ ഒരു കുടിൽ വ്യവസായമായിട്ട് തുടങ്ങിയ ഒരു യൂണിറ്റാണ്. ഓക്കെ. ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് ഏതാണ്ട് 1 വർഷത്തോളമായി. ഇപ്പം ഞങ്ങൾ മറ്റുള്ള പാക്കറ്റ് ഐറ്റങ്ങളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ കേക്കിൻ്റെ അതിൻ്റെ പേരിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. അതെ അതെ അതെ, ഖത്തർ കേക്ക്സ് എന്ന് കൂടി നമ്മൾ. ഓക്കെ. അപ്പം ആദ്യം ഖത്തർ വേൾഡ് ഫുഡ്സ് എന്നായിരുന്നു, ഇപ്പം കേക്ക്സും കൂടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഖത്തർ ഫുഡ്സ് ആൻഡ് കേക്ക്സ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം നമ്മുടെ പ്രേക്ഷകർക്കായി നമ്മുടെ ബിജു ഡാനിയൽ ചേട്ടൻ ഇന്ന് ഏത് തരം കേക്കാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതെ, തീർച്ചയായിട്ടും ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഖത്തറിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു മഫിൻ കേക്കിന്. അതെ അതെ, മഫിൻ എന്ന് പറയുന്നത് എല്ലാവർക്കും കൊച്ചുകുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണ്. നമുക്ക് മഫിൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പൊ ചേട്ടാ, നമുക്ക് നോക്കാം അല്ലെ എങ്ങനെ അത് പ്രിപ്പയർ ചെയ്യാം. അതെ അതെ, ഇതിനു വേണ്ടി നമുക്ക് തയ്യാറാക്കേണ്ടത് ആദ്യം ഒരു ബേസ് ആണ്. അപ്പം അതിനുവേണ്ടി ആവശ്യമായിട്ടുള്ള മൈദ അത് 1 കിലോ, പഞ്ചസാര 500 ഗ്രാം, അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ 25 ഗ്രാം, ഉപ്പ് ആവശ്യത്തിന്, ബട്ടർ 250 ഗ്രാം. ഓക്കെ. അപ്പോൾ ഇത് 1 കിലോ കേക്ക് മഫിൻ 1 കിലോ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് പഞ്ചസാരയും ചേർക്കുന്നുണ്ട്, അതുപോലെ ഒരു നുള്ളു ഉപ്പും. ഒരു നുള്ളു ഉപ്പ് ആവശ്യത്തിന്. ചില ഒത്തിരി കൂടിപ്പോകാനും പാടില്ല, എന്നാൽ കുറഞ്ഞു പോകാനും പാടില്ല. അതേ അളവിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമ്മൾ. ഓക്കെ. അപ്പോൾ ഈ ബേസ് നമ്മൾ സാധാരണ ഇപ്പം മഫിൻ ഉണ്ടാക്കുന്ന ദിവസമാണോ അതോ അതിന് കുറച്ച് ദിവസം മുന്നേ ആണോ പ്രിപ്പയർ ചെയ്യുന്നത്? നമുക്ക് ഒരു 4 ദിവസം വരെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് എടുത്ത് നമുക്ക് ഇത് അടിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്യാം അല്ലേ? ഇത് ബ്ലെൻഡ് ചെയ്യണം അല്ലേ? അതെ അതെ, നല്ല വണ്ണം ഇത് ഒരു പുട്ടുപൊടി കുഴയ്ക്കുന്ന പോലെ നമ്മളത് കുഴച്ച് വെക്കുക. പുട്ടുപൊടിയാണ് അതിൻ്റെ ഒരു പറയാൻ പറ്റുന്നത്. അതെ. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം അല്ലേ? അതെ 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 അതെ. അപ്പം മഫിൻ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ചേട്ടൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ചേർക്കാനുണ്ടോ ചേട്ടാ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ. നമുക്ക് മഫിൻ മിക്സിനോടൊപ്പം ചേർക്കാനുള്ളത് ഓയിലുണ്ട്, പഞ്ചസാര, ബേക്കിംഗ് പൗഡർ, വാനില എസൻസ്, മിൽക്ക് പൗഡർ, പിന്നെ നമുക്ക് ചോക്ലേറ്റിൻ്റെ മഫിനാണെങ്കിൽ ചോക്ലേറ്റ്. ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. മുട്ട വേണം അല്ലേ? ഇതിന് മുട്ട വേണം തീർച്ചയായിട്ടും. ഉപ്പ് സ്വല്പം.
സ്വല്പം ഉപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നത്. അതെ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മളത് കപ്പിലേക്ക് വാരിയിടുക. ഓക്കെ, അപ്പോൾ മഫിൻ്റെ കപ്സ് ഉണ്ട്. ഡിഫറെന്റ് ഷേപ്പിലുള്ള. അതെ, റൗണ്ട് നമുക്ക് ഏത് ഡിസൈൻ വേണം ചെയ്യാൻ പറ്റും. ഏത് ഷേപ്പാണോ ഇഷ്ടം അതുപോലത്തെ കണ്ടെയ്നർ വാങ്ങാൻ കിട്ടും. അതിലേക്ക് നമ്മൾ ഈ പറയുന്ന പേസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അതെ അതെ. അപ്പോൾ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കണ്ടെയ്നേഴ്സിൽ ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്കത് അവനിൽ വെക്കണം. അപ്പോൾ എത്ര നേരം വെക്കണം അത്? 15 മിനിറ്റ്. ഓക്കെ. അപ്പോൾ നമ്മുടെ മഫിൻ തയ്യാറായി കഴിഞ്ഞു അല്ലേ? ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് മഫിൻ തയ്യാറാക്കുന്നത്. അതെ അതെ അതെ. ഇതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ നോക്കുക എങ്ങനെ ഉണ്ടെന്ന്. എന്തായാലും അടുത്ത ആഴ്ച പുതിയ വിഭവമായി കാണുന്നത് വരെ ദിസ് ഇസ് ബൈ ഫ്രം യുവർ ഹോസ്റ്റ് ദർശ. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട മെയിൽ ID focus123@gmail.com. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. Till then, this is Nisha Yusuf signing off. Goodwin Pipe Doha Qatar presents Focus, powered by Grand Hyper Kuwait, Aris Group Focus. This program is brought to you by High Tea, co-powered by Aris Group, in association with Pace Group, SBA Holidays Kingdom of Bahrain, Core General Training LLC Ajman, Safecare Technology, Periyar Rice, Sharavana Instant Cook, quality without compromise. Al Fajr, refreshing life.